ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ടിപ്സാണ് കേട്ടോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. തുടക്കക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായ ടിപ്സുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരാം കേട്ടോ. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ചുരിദാറിൻ്റെ ഒരു സിബ്ബാണ് കേട്ടോ. ഇതുപോലൊരു സിബ്ബ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റത്തെ ഐഡിയ ചെയ്യുന്നത്. ഇത് സിബ്ബ് ഓപ്പൺ ചെയ്ത് വെക്കണം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലത്തെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യണം. നല്ല വശത്തോട്ടാണ് ഇത് ടേൺ ചെയ്തത്. ഓക്കെ, സിബിൻ്റെ മുകൾ ഭാഗത്ത് നല്ല വശമാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് തയ്ക്കുന്നത്. ആദ്യം തന്നെ ഒന്ന് കെട്ടിട്ടിട്ട് തയ്ച്ചെടുക്കണം. ആദ്യം ഒന്ന് കെട്ടിട്ടിട്ട് തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്ത ശേഷം നമുക്ക് ആ സിബിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഹുക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു പിടുത്തമുണ്ടല്ലോ, ആ ഒരു പിടുത്തത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ടേൺ ചെയ്തെടുക്കണം. സൂചി ഒന്ന് കുത്തി നിർത്തിയ ശേഷം ടേൺ ചെയ്തെടുക്കണം. താഴോട്ടേക്ക് ഇറക്കണ്ട, അതിന് തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അത് എന്നിട്ട് തിരിച്ച് സൂചി കുത്തി നിർത്തിയ ശേഷം അതൊന്ന് തിരിച്ച് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നൊരു ഭാഗമുണ്ട്, അതിന് തൊട്ട് മുകളിൽ നിർത്തിയിട്ട് അത് തിരിച്ച് ഇങ്ങനെ ടേൺ ചെയ്തെടുക്കുക. പതിയെ ചെയ്താൽ മതി. ആ ഭാഗത്തൊക്കെ സൂചി പൊട്ടാതെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ പൈപ്പിംഗ് ഫൂട്ടൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം ഈ ഒരു സൈഡ് എത്തുമ്പോൾ വീണ്ടും ടേൺ ചെയ്തെടുക്കണം. എന്നിട്ട് സൂചി അവിടെ കുത്തി നിർത്തിയ ശേഷം ആയിരിക്കണം ടേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കത് ഇങ്ങനെ ടേൺ ചെയ്ത ശേഷം ഫൂട്ട് താഴ്ത്തിയ ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നേരെ തന്നെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് നേരെ തന്നെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കണം. ലാസ്റ്റ് എത്തുമ്പോൾ, അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ജസ്റ്റ് ഒരു ഭാഗം നമുക്ക് കുറച്ച് നീളം കൂടുതലായിട്ട് വരും. ആ ഭാഗം ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്ലാക്കറ്റ് പിടിപ്പിക്കില്ലേ, അത് രണ്ട് വശം കൂടിയിട്ട് ഒരു സിബ് അവിടം വരെ ഇടാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ പോയിൻറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ അപ്പുറത്തെ സൈഡിലത്തെ ഇത് ലെങ്ത്ത് കൂടുതൽ നിൽക്കണം, ബാലൻസ് നിൽക്കുന്ന അത് ഇതേപോലെ ഒപ്പം വയ്ക്കുക. ആ രണ്ടും ഒപ്പം വരുന്ന രീതിയിൽ വെച്ചിട്ട് ശേഷം അതിൻ്റെ ആ ഒരു തുമ്പുവശം ഉണ്ടല്ലോ, അതൊന്ന് വെറുതെ ഒന്ന് ടേൺ ചെയ്ത ശേഷം അതുമ്മേ മുകളിൽ കൂടെ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുത്ത ശേഷം നമ്മൾ ആ ഒരു ബാലൻസ് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് ആകുമ്പോൾ എൻഡിങ്ങിലെത്തുമ്പോൾ അതൊന്ന് കെട്ടിട്ടിട്ട് നിർത്താം കേട്ടോ. കെട്ടിട്ട് നിർത്തണം. അല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. എവിടെയെങ്കിലും സ്റ്റിച്ച് പിടിക്കാത്തതുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. എന്ന ശേഷം വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇതിന് ബാലൻസ് ഉള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ബാലൻസ് തയ്യൽ തുമ്പുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം നമ്മുടെ ആ സിബിൻ്റെ ഹുക്ക് കഴിഞ്ഞ് ബാലൻസ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ സിബ് ലോക്ക് ചെയ്യണേന് ക്ലോസ് ചെയ്ത്, അതായത് നല്ല വശത്തേക്ക് ടേൺ ചെയ്തിട്ട ശേഷം നിങ്ങൾക്കത് ലോക്ക് ചെയ്തെടുക്കാം. അല്ല എങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതിങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്കത് ടേൺ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ടേൺ ചെയ്യണമെന്നില്ല, അത് അപ്പുറ വശത്തേക്ക് മറിച്ചിട്ട ശേഷം നല്ല വശം പുറത്തേക്ക് കാണുന്ന രീതിയിൽ മറിച്ചിട്ട ശേഷം ടേൺ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് പൊട്ടവശം വെച്ചിട്ടാണ് ടേൺ ചെയ്തത്. അതിന് ശേഷം നമ്മളത് അങ്ങോട്ട് നല്ല വശത്തോട്ട് മറിച്ചിട്ടു കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെയാണ് വന്നത്. ഓക്കെ, അങ്ങനെ ടേൺ ചെയ്തപ്പോൾ നമുക്ക് വന്നത് ഇതുപോലെയാണ്. ഇത് നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ബസ് ഫെയറൊക്കെ ചില്ലറ പൈസയൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ആയിട്ടും, കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ബസ് ഫെയർ കൊടുത്ത് വിടാനൊക്കെ ആയിട്ടും ഇതുപോലെ ഒരു ചെറിയൊരു പേഴ്സായിട്ട് അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുള്ളായ ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്ത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഒരു ലേഡീസിനൊക്കെ യൂസ്ഫുള്ളായ ഒരു ടിപ്പാണ്. പിന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ജീൻസിൻ്റെ ഒരു ട്രൗസറിൻ്റെ ഒരു ഭാഗമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഇത് വെച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു പേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ അഴിക്കണം. സൈഡ് അഴിക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് സാധാരണ സൂചി വെച്ച് വലിച്ച് എടുക്കുമ്പോൾ നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ സാരിമൊക്കെ പിൻ ചെയ്യണം. ആ സേഫ്റ്റി പിന്നൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വരും കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സായ ആളുകൾ ഇതുപോലത്തെ 2 എണ്ണം സൂചി മെത് തയ്ച്ച ആ ഒരു നൂലുണ്ടല്ലോ, അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ടൂളാണ് കേട്ടോ. അപ്പോൾ അത് ത്രെഡ് റിമൂവറാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇത് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അതമ്മ ഇതൊരു ചെറിയൊരു മെഴുകുകൊണ്ടൊരു സംഭവമുണ്ട്. ആ സംഭവം വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, അമർത്തി ഒന്ന് വലിച്ചാൽ മതി. ആ ഭാഗത്ത് തുണി കീറുകയും ചെയ്യില്ല. നമുക്ക് ആ കറക്റ്റ് ആ തയ്ച്ചത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനും എളുപ്പമുണ്ട് കേട്ടോ. ആ ഭാഗം ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ചെയ്താൽ മതി. കണ്ടോ, അത് രണ്ടിൻ്റെ തുമ്പ് ഭാഗം
ഭാഗത്ത് ഒരു മെഴുകൊണ്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് വെക്കേണ്ടത്. അപ്പോൾ ആ ഭാഗം വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗത്ത് തുണി കീറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. എളുപ്പത്തിൽ നമുക്കത് ഇതുപോലെ തയ്ച്ചതോ കഴിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ട്രൗസറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്കിതൊക്കെ അഴിച്ച് എടുക്കാനൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ആവാണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് രണ്ട് വലിപ്പമാണ്. അതായത് ചെറിയ സ്റ്റിച്ച് വരുന്നതും അതായത് കാണി വലിപ്പം കൂടുതലും കുറവുള്ളതും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതിൻ്റെ അത് രണ്ടും ഉപയോഗിക്കാൻ അതിനനുസരിച്ച് പറ്റാവുന്ന രീതിയിലാണ് കേട്ടോ അതുള്ളത്. അപ്പോൾ അത് രണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. ഇനിയത്തെ ടിപ്പ് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ 2 കഷ്ണം ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് പട്ടുപാവാടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും, ചുരിദാറിന് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അതല്ലാതെ തന്നെ എക്സ്ട്രാ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതിൻ്റെ അളവ് വന്നിട്ട് ഏകദേശം ഒരു 3 ഇഞ്ചിൻ്റെ ഒരളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ക്വയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് നൂല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമ്മൾ നൂല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതുപോലെ ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് ആക്കിയെടുത്താൽ മതി. നല്ല ഷാർപ്പനായുള്ളതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല മുറിച്ചുണ്ടെങ്കിലും ഓക്കെ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത്തിരി പഴകിയതാണെങ്കിൽ പതുക്കെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. നല്ല മൂർച്ചയുള്ളതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി പഴകിയതാണ്, അതുകൊണ്ട് പതുക്കെയാണ് എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് പിന്നെ അരം പോലത്തെ ഒരു കത്രികയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനേക്കാളും ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് തന്നെ ആകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടബിലിറ്റി ആയിട്ട് തോന്നിയേക്കണം കേട്ടോ ഇങ്ങനെ എടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം നമുക്ക് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം മാറ്റി വയ്ക്കുകയാണ്. നല്ല തിക്നെസ് കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ പകുതിയാക്കിയിട്ട് എടുക്കുന്നത്. അത്രയും തിക്നെസ് വേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പകുതിയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അതിനുശേഷം ചെയ്യുന്നത് ഇരി നോക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ ഇത് ഉള്ളിലോട്ടായിട്ട് കടത്തി വെക്കേണ്ടത്. കറക്റ്റ് ആ ഒരു ഇങ്ങനെ ഒന്ന് നിവർത്തി വെച്ച ശേഷം നല്ലോണം നിവർത്തി വെച്ച ശേഷം നമ്മളത് ഉള്ളിലോട്ടായിട്ടാണ് കറക്റ്റ് അതേ തുമ്പത്ത് തന്നെയാണ് കേട്ടോ, ക്ലോത്തിൻ്റെ അതേ തുമ്പത്ത് തന്നെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വെക്കേണ്ടത്. മുകളിലോട്ട് കടത്തി വെക്കരുത്, കുറച്ച് കറക്റ്റ് ക്ലോത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ വെക്കുക. ആ തുമ്പ് വശത്ത് ആ മൂലഭാഗത്ത് വരുമ്പോൾ ചെറുതായിട്ട് ഒന്ന് ഒരു ഷെയ്പ്പാക്കിയിട്ട് പിടിക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ആ ഭാഗം ടേൺ ചെയ്യുന്ന രീതിയിൽ രണ്ട് ഭാഗത്തുനിന്നും അത്യാവശ്യം തിക്നെസ് കിട്ടുന്ന രീതിയിൽ വെക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ ഇത് ഇങ്ങനെ തയ്ക്കുമ്പോൾ റൗണ്ട് പോലെ തയ്ക്കുകയാണെങ്കിലും ഒരു റാ പോലെ തയ്ക്കുകയാണെങ്കിലും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. റാ പോലെ തയ്ക്കുന്നതായിരിക്കും കുറേയും കൂടിയും നിങ്ങൾക്ക് ഭംഗിയായിട്ട് വരാം കേട്ടോ. ശരിക്കും അത് കുത്തി നിർത്തി തയ്ക്കണേക്കാട്ടും ശരിക്കും ഒരു റൗണ്ട് പോലെ തയ്ക്കുകയാണെങ്കിൽ കുറേയും കൂടിയും ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിതിങ്ങനെ കുത്തി നിർത്തിയിട്ട് ടേൺ ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തേക്കണത്. അതേസമയം നിങ്ങൾക്കത് റൗണ്ട് ആകൃതിയിലാണത് ടേൺ ചെയ്തെടുക്കണമെങ്കിൽ കുറേയും കൂടിയും ഒരു ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഏതെങ്കിലും ഭാഗത്തേക്ക് ഇങ്ങനെ കുറച്ച് കുറവായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ ഫ്രണ്ട്സ്. അതിനുശേഷം നമുക്ക് തയ്ച്ച ശേഷം ഫസ്റ്റിലും ലാസ്റ്റിലും നമുക്കൊന്ന് കിട്ടിട്ട് നിർത്തുക. അതിനുശേഷം ബാലൻസ് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. ബാലൻസ് കൂടുതലായിട്ട് ഉൾസൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടേൺ ചെയ്യാൻ ഇത്തിരി പ്രയാസമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജസിൻ്റെ ഭാഗത്തു നിന്ന് ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഭാഗം രണ്ട് സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ലെവലിൽ നമുക്ക് എടുക്കാനും തയ്ക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡും നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചീപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ചീകി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ ഈ സൈഡിൽ 2 ഭാഗം അപ്പുറത്തെ സൈഡ് ഭാഗത്തും ഇതേപോലെ തന്നെ ചീകി കൊടുക്കണം കേട്ടോ. 2 സൈഡിലും ഇതുപോലെ ചീകി കൊടുക്കണം. അതിന് ശേഷം എല്ലാം ഈക്വലായിട്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കൂടുതലായിട്ട് നിൽക്കുന്ന ഭാഗം മൊത്തം നമുക്ക് ഒപ്പമല്ലാതെ നിൽക്കുന്ന കയറി ഇറങ്ങി നിൽക്കുന്നത് തിക്നെസ് കുറഞ്ഞ് നിൽക്കുന്ന ഭാഗം അതൊക്കെ നമ്മൾക്കൊന്ന് ഒപ്പാക്കി വെക്കണം. അപ്പോൾ നമ്മളത് ഒപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ത്രെഡ് എടുക്കണം കേട്ടോ. നമുക്ക് പൈപ്പിങ്ങിൻ്റെ ഒരു ത്രെഡാണ് നമ്മൾ എടുക്കുന്നത്. അതിന് മാത്രമല്ല അതിന് മുമ്പ് ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചെയ്യുന്ന ഒരു വർക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പൈപ്പിംഗ് നൂല് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ നൂലുകൾ പല കളേഴ്സിൽ കിട്ടും കേട്ടോ. വാങ്ങിക്കാനായിട്ട് പൈപ്പിംഗ് നൂലല്ല, അല്ലാണ്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന നൂലുകൾ പല കളേഴ്സിൽ കിട്ടും കേട്ടോ. അങ്ങനത്തെ നൂല് വെച്ചും ചെയ്യാം. എംബ്രോയ്ഡറി ചെയ്യുന്ന പോലത്തെ നൂല് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു കുറച്ച് ഭാഗം എഡ്ജസ് അപ്പുറത്തോട്ട് കടത്തി നിർത്തുക. ആ ത്രെഡിൻ്റെ ഇപ്പുറത്തോട്ട് നമുക്ക് സൂചി കുത്തി നിർത്തി തയ്ച്ച ശേഷം നമ്മളൊന്ന് അവിടെ കെട്ടിടുകയും ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു പോയിന്റിൽ തന്നെ കിട്ടും കേട്ടോ. നമ്മൾക്ക് ആ ത്രെഡ് കഴിഞ്ഞ ശേഷം അപ്പുറത്തോട്ട് സൂചി കടത്തി വയ്ക്കുക. ആദ്യമേ ത്രെഡ് വെച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തയ്ച്ച് വരാൻ ഇത്തിരി പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ ത്രെഡ് കഴിഞ്ഞ ശേഷം സൂചി താഴ്ത്തിയ ശേഷം ബാക്ക് സ്റ്റിച്ച് എടുത്താൽ മതി. അവിടെ കെട്ടിട്ട് നിർത്തി ബാക്ക് സ്റ്റിച്ച് ഇത് കെട്ടിട്ട് നിർത്തിയ ശേഷം താഴോട്ട് തയ്ച്ചെടുക്കുകയാണെങ്കിൽ കുറേയും കൂടി എളുപ്പമുണ്ട് കേട്ടോ. ആ ത്രെഡ് കറക്റ്റ് ആ ഒരു ആംഗിളിൽ തന്നെ കിട്ടാനായിട്ട് നമ്മളത് സഹായിക്കും. എന്നിട്ട് അത് നമ്മൾ തിരിച്ചിടണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കുഞ്ചലാണ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഫ്രോക്കിനും വയ്ക്കാം, ചുരിദാറിനും വയ്ക്കാം, ബ്ലൗസിനൊക്കെ വയ്ക്കാം കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് ഇതൊക്കെ വണ്ടികളിലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ ആ ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഞാത്തി ഇടുമ്പോഴൊക്കെ ഭംഗിയായിട്ടൊക്കെ കിടക്കും കേട്ടോ. വീടുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാനൊക്കെ ആയിട്ടും യൂസ് ചെയ്യാം. ഇത് പല പല കളേഴ്സ് നൂലുകളിൽ ഇങ്ങനെ ചെയ്തെടുത്ത് ഇങ്ങനെ ഞാത്തി ഇടുകയാണെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്. ഒന്നിച്ച് കൂട്ടായിട്ട് ഞാത്തി ഇടുകയാണെങ്കിലൊക്കെ ഒരു വണ്ടികളിലൊക്കെ ഇങ്ങനെ ഞാത്തി ഇടുമ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് പോലെ ആക്കിയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഇനി നമ്മൾ അടുത്ത ടിപ്പ് പറയുന്നത് സാധാരണ ഒരു സ്ലീവ് വരച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് അതിൽ നിന്ന് പഫ് സ്ലീവ് തയ്ക്കുന്ന ഒരു ട്രിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോർമൽ സ്ലീവ് നമ്മളിത് എടുത്ത് വെച്ചിട്ടുള്ളത് വരച്ച് വെച്ചേക്കണത്. ഇനി ഇതിനെ നോർമൽ സ്ലീവിനെ പഫ് സ്ലീവ് ആക്കുമ്പോൾ ചെയ്യാൻ പറ്റാവുന്നത് നല്ല ഭംഗിയുള്ള രീതിയിൽ പഫ് കിട്ടുന്ന രീതിയിൽ മുകളിലും അതുപോലെ തന്നെ താഴെയും പഫ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഈസി ട്രിക്കാണ് നമ്മളിതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നോർമലി സ്ലീവ് വരച്ച ശേഷം നമ്മൾ സിമ്പിളായിട്ട് ഒരു 4 ഇഞ്ചോളം നമ്മൾ അടയാളപ്പെടുത്തുക. ഇതുപോലെ ഒന്ന് 4 ഇഞ്ചോളം അടയാളപ്പെടുത്തി നോർമൽ ആ വ്യക്തിക്ക് വേണ്ട സ്ലീവ് നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ 4 ഇഞ്ചോളം ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് അതോടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കേട്ടോ. 2 സൈഡിലും വേണമെങ്കിൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സ്ലീവിൽ പ്ലീറ്റ്സ് ഇടാനായിട്ട് എടുത്ത 4 ഇഞ്ച് ഉണ്ടല്ലോ, അത് തന്നെ വീണ്ടും എഗെയിൻ ഒരു 4 ഇഞ്ച് നമുക്ക് താഴേക്ക് സ്ലീവ് കഴിഞ്ഞ ശേഷം താഴേക്ക് എടുക്കുക. അതേ അളവിലെടുക്കുക. എന്നിട്ട് എടുക്കുമ്പോൾ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് വരച്ചും കൊടുക്കാം. ആ ഒരു ഷേപ്പിലോട്ട് എത്തുന്ന രീതിയിലേക്ക് വരച്ചും കൊടുക്കുക. എന്നിട്ട് സാധാരണ രീതിയിൽ ആ 4 ഇഞ്ചിൻ്റെ അളവിന് നമ്മൾ അതുമേക്ക് ജോയിൻ ചെയ്ത ശേഷം താഴേക്ക് സ്ലീവിൻ്റെ ആ സീം അലവൻസൊക്കെ തുമ്പ് വണ്ണമൊക്കെ വരുന്ന രീതിയിൽ അതേപോലെ ഒരു കർവ് ചെയ്ത് വരയ്ക്കുക. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് 1.5 ഇഞ്ചാണെങ്കിൽ 1.5 ഇഞ്ച് കേട്ടോ. അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ താഴെയും കൊടുത്തത്. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ പഫ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് പഫ് സ്ലീവ് കട്ട് ചെയ്യുന്ന ട്രിക്കാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അളവെടുത്ത് കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. ഇതിപ്പോൾ ആരുടെ അളവിലായാലും നമുക്ക് നല്ല രീതിയിൽ പഫ് സ്ലീവ് കട്ട് ചെയ്യാനുള്ള ഐഡിയ ആണ് പറഞ്ഞത്. ഇനി ശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ഞെറി എങ്ങനെ പിടിക്കാമെന്നും കാണിച്ചു തരാം. അതിനുശേഷം താഴെ ഭാഗത്ത് നമുക്ക് പൈപ്പിങ്ങും കൂടിയും ചെയ്യേണ്ട രീതിയിലും പറഞ്ഞുതരാം കേട്ടോ. ഇതിന് ശേഷം സെൻറ്റർ ചെയ്തിട്ട് 2 സൈഡിലും ഇതുപോലെ സെൻറ്റർ ചെയ്ത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞെറി ഇടുമ്പോൾ എവിടെ നിന്ന് അങ്ങനെ ചെയ്ത് വരണേ കറക്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല സെൻറ്റർ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ ഉൾസൈഡിൽ നേരെ ഒരു വര വരച്ചിടും കൂടിയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റ് ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ അത് കറക്റ്റായിട്ട് ഈക്വലായിട്ട് അതേ സ്ഥലത്ത് തന്നെ വെച്ച് ചെയ്യാനായിട്ടും എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. ഇതേപോലെ ഒരു നോച്ച്
നോച്ചസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 സൈഡിൽ നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം അവിടെ വരെയാണ് പ്ലീറ്റ്സ് ഇടേണ്ടത് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം നമ്മൾ സ്ലീവിന് പ്ലീറ്റ്സ് പിടിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു അളവ് ഒന്ന് വരച്ചു കൊടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. അതുപോലെ സെൻറ്ററിലും അത് റോങ് സൈഡിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ തന്നെ എളുപ്പമുണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ബോഡി പാർട്സ് ആയിട്ട് ജോയിൻ ചെയ്ത് ഈ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ ടു സെൻറ്ററിൽ തന്നെ ഈ സ്ലീവിൻ്റെ സെൻറ്ററും വരാനായിട്ടും അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതേപോലെ ഒരേ സൈഡിലോട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അറ്റം തൊട്ട് അറ്റം വരെ പ്ലീറ്റ്സ് ഇടുക കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇടുന്നതാണ് ഇതിനകത്ത് ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇടുക. സെയിം അതേ ആംഗിളിൽ തന്നെ ഇടുക. ചിലവരത് ഓപ്പോസിറ്റ് ആംഗിളിലും ചെയ്യാറുണ്ട്. നിങ്ങൾക്കതിൽ ഏതാണ് നിങ്ങൾക്ക് ഭംഗി കൂടുതൽ തോന്നുന്നതെങ്കിൽ ആ രീതിയിലും ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഇതേ ആംഗിളിൽ തന്നെയാണ് ഇട്ടിട്ട് ഇപ്പോൾ ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം. അതിനുശേഷം താഴെ ഭാഗത്ത് ഒന്ന് പൈപ്പിംഗ് ഇട്ടിട്ട് ഫ്രണ്ടിലോട്ട് മറയ്ക്കുന്നുണ്ട്. പൊട്ട വശത്ത് നിന്ന് പൈപ്പിംഗ് പിടിച്ചിട്ട് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ 2.5 ഇഞ്ചിൻ്റെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മളത് പൊട്ട വശത്ത് വെച്ച് തയ്ച്ച് നല്ല വശത്തോട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തയ്ച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ഭാഗം അത് ഉള്ളിലോട്ട് തയ്ച്ച് മറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഫ് സ്ലീവ് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് ആളുടെ അളവിൽ നിങ്ങൾക്ക് പഫ് സ്ലീവ് തയ്ക്കണമെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ആരുടെ അളവിലും തയ്ക്കാവുന്നതാണ്. പഫ് സ്ലീവ് തയ്ക്കാനായിട്ട് ഇത്രയധികം പ്രയാസപ്പെടേണ്ടതില്ല. സിമ്പിൾ ഐഡിയ ആണ് പറഞ്ഞത്. ഏതാൾക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ പറഞ്ഞത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഉൾസൈഡ് വരുന്നത്. കണ്ടോ, സെയിം ആംഗിളിലായിരുന്നു നമ്മൾ ചെയ്തത്. കണ്ടോ, അപ്പോൾ ഉൾസൈഡിലേക്ക് ആ പൈപ്പിങ്ങിൻ്റെ ഭാഗമൊന്നും കിടക്കത്തില്ല, തയ്യൽ തുമ്പൊന്നും കാണത്തില്ല കേട്ടോ. അതും ഇങ്ങോട്ട് നമ്മുടെ നല്ല വശത്തിലേക്ക് വരുന്ന രീതിയിൽ മറക്കുകയും ചെയ്തേക്കും. തയ്ച്ച് മറിച്ചത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിടക്കും. ഉള്ളിൽ തയ്യൽ തുമ്പ് കുത്തി തറയ്ക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ അടുത്ത ടിപ്പ് വന്നിട്ട് ഇതുപോലത്തെ ഒരു ത്രെഡാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാവുന്ന ഐഡിയ ആണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് മോഡൽ ഡ്രസ്സുകൾ ഈ ഒരു ഇതിലാണ് വരുന്നത്. ഫ്രോക്കുകളായാലും മിഡി ആയാലും ചെറിയ ചെറിയ ഷോർട്ട്സുകളായാലും ഒക്കെയും ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കൂടുതലും നല്ല നല്ല ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്നത്, റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ വരുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ ലുക്കിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ബോബിൻ എടുത്തിട്ട് നമ്മളതിനകത്ത് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് സാധാരണ രീതിയിൽ ചുറ്റാൻ പറ്റില്ല. നമ്മളത് നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് നമ്മൾ ചുറ്റി കൊടുക്കേണ്ടത്. ഇത് ഒരു പാത്രത്തിൽ ഇത്തിരി വലിയ ബൗളിലോട്ടേക്കാണെങ്കിൽ നമുക്കത് ചുറ്റുമ്പോൾ അത് ഒരു കംഫർട്ടബിലിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് സംഭവം നമ്മുടെ നൂല് വെച്ച ആ ഒരു പെൻസിലുമേ ആക്കി ചുറ്റി വെച്ച സംഭവം നമ്മുടെ പാത്രം ചെറുതായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീഴും. അത് ഇത്തിരി വലിപ്പമുള്ളൊരു എന്താ പറയുക ഒരു പാത്രമാണെങ്കിൽ അത് അതിനകത്ത് തന്നെ കിടന്ന് റോൾ ചെയ്തോളും. നമ്മളത് ഇങ്ങനെ വലിക്കും തോറും നമ്മളതിലേക്ക് ബോബിലേക്ക് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീഴില്ല. അത് നമ്മുടെ ഇതാണുമ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് കേട്ടോ നമുക്കത് അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മളത് ഇങ്ങനെ റോൾ ചെയ്തൊരു പെൻസിലിലാകുമ്പോൾ അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വരുമ്പോൾ അതിങ്ങനെ മൊത്തമായിട്ട് അഴിഞ്ഞു പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കേട്ടോ. നമ്മൾ കൈകൊണ്ട് പതിയെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല വല്ലാണ്ട് ലൂസാവാനും പാടില്ല, വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല, ബലം പിടിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലാണ് ഇത് കറക്റ്റായിട്ടിരിക്കുള്ളൂ. പിന്നെ അത് ഈക്വലായിട്ട് രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ സാധാരണ നൂല് ചുറ്റുമ്പോൾ നമുക്കൊരു ഈക്വലായിട്ട് വരില്ലേ, ആ ഒരു രീതിയിൽ. അത് മാത്രമല്ല പിന്നെ ബോബിനിൽ നിറഞ്ഞു നിൽക്കാൻ പാടില്ല. നിറഞ്ഞു നിന്നാൽ അത് അങ്ങോട്ട് അതിനകത്ത് റോൾ ചെയ്യാനായിട്ട് അതിന് പ്രയാസമാണ്. അതുകൊണ്ട് ഒരു 1/4 ഭാഗം അതിൽ ചുറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പിടിച്ച ആ ഒരു തുമ്പ് ഭാഗവും നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബോബിൻ കേസിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളതിൻ്റെ കേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം അത് ഡയറക്റ്റായിട്ട് വലിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ നൂല് വെച്ചിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വലിക്കുന്നത് പോലെ കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂള് നമ്മുടെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എന്ന ടൂളുണ്ടല്ലോ, ഇതിന് ചെറിയ 2 നട്ടുണ്ട്. അതിൽ ഇത്തിരി വലിയ ഒരു സ്ക്രൂ ഉണ്ട്. ആ വലിയ സ്ക്രൂ അതിൽ 2 സ്ക്രൂ ഉണ്ട്. അതിൽ ഇത്തിരി വലിയ സ്ക്രൂ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കിപ്പോൾ ചെറുതായിട്ട് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് അത് ലൂസാവും. അപ്പോൾ 2 പ്രാവശ്യം അത് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ. നമ്മളിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാഷൻ വർക്കുകൾ ചെയ്യുന്നത് കൊണ്ട് ഇതിപ്പോൾ ഈ ബോബിൻ കേസിൻ്റെ സംഭവം ഇത്തിരി ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, തിരിക്കാൻ എളുപ്പമുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത്തിരി ടൈറ്റ് കൂടും കേട്ടോ.
ശേഷം അതിങ്ങനെ വലിച്ചപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ബോബിൻ കേസിൽ സാധാരണ രീതിയിൽ നിങ്ങൾ നൂലിടാറുള്ള രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ചിലത് ചെറുതായിട്ടാണ് തുമ്പ് ഭാഗം വെച്ചിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നൂല് വെച്ചിട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. അളവ് കൂടുതലുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ നൂല് വലിക്കുന്ന രീതിയിൽ തന്നെ വലിച്ചാൽ മതി. ചെറിയൊരു അളവിലൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കത് വലിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് കിട്ടുക കേട്ടോ. കണ്ടോ, നമുക്കത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിച്ചപ്പോൾ നമുക്കത് പോന്നിട്ടുണ്ട്. തുണ്ട് ഭാഗം എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. എന്താ പറയുക, അലാസ്റ്റിക് നമുക്ക് തുണ്ട് ഭാഗം കുറച്ചാണ് തുമ്പ് ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്കതിങ്ങനെ അപ്പുറത്തേക്ക് ഇടാനുള്ളത് ഇല്ല. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് പുറകിലേക്ക് പൊക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് തയ്ക്കാനായിട്ട് ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് തയ്ക്കുന്ന ട്രിക്ക് കാണിച്ചു തരാം. സാധാരണ രീതിയിലല്ല തയ്ക്കേണ്ടത്. നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ഐഡിയ ചെയ്യുന്നുണ്ട്. ആ ഐഡിയയിൽ ചെയ്താലാണിത് പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിംഗ് ആയിട്ടും കിട്ടുള്ളൂ. ആ വർക്ക് നല്ല ഭംഗിയിൽ വരണമെങ്കിൽ ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് തയ്ച്ച് വരുന്നുണ്ട്. തയ്ച്ച് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫൂട്ടിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ കൈ വെക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ടൈറ്റൻ ചെയ്ത് പിടിക്കണം. അങ്ങനെ പിടിക്കുമ്പോഴാണ് അത് ചുരുക്ക് വളരെ അടുപ്പിച്ച് വരുന്ന രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ല എങ്കിൽ അത് നമ്മൾ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ തീരെ ആ ഒരു ഞെറിയോ ഒന്നും അതിൻ്റെ ഭംഗിയോ ഒന്നും വരില്ല. ഇതിങ്ങനെ ഇത്രയും ഒരു ചുരുക്ക് വരണമെങ്കിൽ നമ്മളിത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് അമർത്തി പിടിച്ച് വെച്ച് തയ്ക്കുന്നുണ്ട്. അതേപോലെ ഒന്നും കൂടി തയ്ച്ച് കാണിക്കാം. ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തയ്ച്ചിട്ട് അപ്പുറത്തോട്ട് വരണം കേട്ടോ. ആ ഫൂട്ടിൻ്റെ അപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് അമർത്തി പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫൂട്ടിൻ്റെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമ്മളിതുപോലെ ഇത് ടൈറ്റൻ ചെയ്ത് പിടിക്കുമ്പോഴാണ് അതിനകത്ത് ആ ഒരു ചുരുക്കുകളൊക്കെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്താലാണ് നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റുക. ഏത് ടൈപ്പ് മോഡൽ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഫാഷനായിട്ട് ചെയ്തെടുക്കണമെങ്കിലൊക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് ഇത്തിരി പ്രയാസമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നൂല് ചുറ്റി കൊടുക്കുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നത്തെ ടിപ്പ് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരേ അളവിൽ പ്ലീറ്റ്സ് പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഷിമ്മിക്ക് അതുപോലെ പാവാടയ്ക്കൊക്കെ പ്ലീറ്റ്സ് പിടിക്കണമെങ്കിൽ നമ്മൾ ത്രെഡ് കട്ടർ ഉപയോഗിച്ചിട്ട് പ്ലീറ്റ്സ് പിടിക്കുക കേട്ടോ. പേടിയുള്ളവർ ചെയ്യേണ്ട. നമ്മളത് ഭയങ്കര അധികം അമർത്തിയിട്ട് ഉള്ളിലേക്ക് താഴ്ത്തി ഇറക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. വലിച്ചു പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലേഡ് കൊണ്ട് അത് മുറിഞ്ഞു പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുക. നമ്മൾ അതിന് മാത്രം വലിക്കുകയൊന്നും ചെയ്യണില്ല. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരേ അളവിൽ തന്നെ നമുക്ക് പ്ലീറ്റ്സ് പിടിക്കാൻ എളുപ്പമുണ്ട്, ചെയ്യാനും എളുപ്പമുണ്ട്. പതിയെ ചെയ്യണം കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ബിഗ്നേഴ്സ് ആയ ആളുകൾക്ക് കറക്റ്റ് അളവിൽ തന്നെ പ്ലീറ്റ്സ് പിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അത്. പിന്നെ ഇനി നൂല് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടുത്ത ഐഡിയ ആണ് കേട്ടോ നമ്മളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നൂല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബ്ലേഡ് വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് സെയിം അളവിൻ്റെ കളറിലുള്ള നൂല് തന്നെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്താൽ മതി കേട്ടോ. ഞാൻ സെപ്പറേറ്റ് കളർ നൂല് എടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് റോസിന് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 2 ലെയറിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ജസ്റ്റ് സെൻറ്ററിലൊന്ന് അമർത്തി കെട്ടുമ്പോൾ നമ്മൾ ടൈറ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും. 2-3 പ്രാവശ്യം ഒന്ന് അമർത്തി ചുറ്റിയിട്ട് അമർത്തി കെട്ടിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അതിന് കെട്ടിയെടുത്തിട്ട് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കെട്ടിയെടുത്ത ശേഷം പറഞ്ഞുതരാം എന്താ ചെയ്യണേന്ന്. ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് പൈസ ലാഭമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് പുറത്തേക്കൊക്കെ നല്ല ഡ്രസ്സുകൾ തയ്ക്കണമെങ്കിൽ ഒരുപാട് പൈസ ലാഭമുള്ളൊരു കാര്യമാണ്. നല്ല വിലയാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുമ്പോൾ. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റട്ടെ കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 സൈഡിൽ നിന്നും സെൻറ്റർ നമ്മൾ എടുക്കണം. 2 സൈഡിൽ നിന്നും സെൻറ്ററാക്കി എടുക്കണം. എന്ന ശേഷം നമ്മൾക്ക് ഒരു ചീർപ്പ് നമ്മുടെ കയ്യിൽ വേണം. ഇത്തിരി ഒരു ചീർപ്പിൻ്റെ പല്ലൊക്കെ നമുക്ക് കുറച്ച് സ്പേസ് ഉള്ള പോലത്തെ കേട്ടോ, വല്ലാണ്ട് അടുപ്പിച്ച പോലത്തെയൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ ഇത്തിരി പ്രയാസമാണ്. ഇത്തിരി സ്പേസ് ഉള്ള പോലത്തെ ചീർപ്പ് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല്ലൊക്കെ ഇത്തിരി വലിപ്പമുള്ള പോലത്തെ ചീർപ്പ് കേട്ടോ. അതെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചീകി എടുക്കാനായിട്ട് നല്ല രസമാണ്. അതിൻ്റെ ഭംഗിയും കുറച്ച് കൂടുതലായിട്ട് കിട്ടും കേട്ടോ.
അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നൂല് കെട്ടിപ്പിടിച്ച് കൂടുതൽ വലിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സാധാരണ നോർമൽ ചീർപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. 2 സെൻറ്റർ അപ്പുറത്തുനിന്ന് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിങ്ങൾക്ക് തിക്നെസ് നമുക്ക് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്ത് നമുക്ക് വെക്കാൻ പറ്റാവുന്ന സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹുക്ക് എടുത്തിട്ടുണ്ട്. അത് തുന്നിയിട്ട് വെക്കാൻ പറ്റാവുന്ന ഹുക്കാണ് കേട്ടോ. തുന്നിയിട്ട് അത് സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് കേട്ടോ. വേണമെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. 2 രീതിയിലും വെക്കാം കേട്ടോ. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞൊരു പശയുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്കിത് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. സാധാരണ ഫാബ്രിക് ഗ്ലൂ ഉണ്ട്, പക്ഷെ അത് അത്ര ഫാസ്റ്റായിട്ട് ഒട്ടില്ല. പിന്നെ കുറേ സമയം വേസ്റ്റ് ചെയ്യേണ്ടി വരും. ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യുമ്പോൾ കൈമൊന്നും ആവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഇതുപോലെ ബട്ടൺസ് പല കളറിലുണ്ടെങ്കിൽ അതൊക്കെ ഏതാണ് ഇതിന് ഭംഗി വരുന്നത് വെച്ചാൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ മാച്ചായിട്ടുള്ള ഏതെങ്കിലും ബട്ടൺസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ അത് സെൻറ്ററിൽ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക, അല്ലെങ്കിൽ തുന്നിയെടുക്കാം കേട്ടോ. ഇതെല്ലാം തുന്നിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചു തന്നത് മുഴുവനും. അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഡ്രസ്സുകളുടെ ഫ്രോക്കിൻ്റെ ആയാലും മിഡിയുടെ ആയാലും അങ്ങനെ പറ്റാവുന്ന നല്ല ഭംഗിയുള്ള ടൈപ്പ് വലിയ ലാച്ച് പോലെയുള്ള സംഭവങ്ങൾ, ലെഹങ്കയ്ക്ക് അങ്ങനെയൊക്കെ കുറേ ഐറ്റംസിന് കുറച്ച് കോസ്റ്റ്ലി ആയ ഡ്രസ്സുകൾക്കൊക്കെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇനി അടുത്ത ടിപ്പ് നമ്മൾ പറഞ്ഞു തരുന്നത് ഇതുപോലത്തെ ഒരു ചെറിയ ഒരു മെഴുകുതിരിയാണ് കേട്ടോ. ഇത് കണ്ട മെഴുകുതിരി പോലെ ഇരിക്കും, പക്ഷെ ഇത് മെഴുകുതിരി അല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇത് ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ. ഇത് നമ്മൾ ഇപ്പോൾ ടൈലറിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെയും ഇപ്പോൾ ഇങ്ങനത്തെ സംഭവം വരുന്നുണ്ട്. ഒരെണ്ണത്തിന് അതിന് റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിനൊരെണ്ണത്തിന് 12 രൂപയായിരുന്നു. എക്സിബിഷൻ ഹാളിലൊക്കെ ഇത് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതൊക്കെ ഒരു 100 റുപ്പീസ് എബോവ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരെണ്ണത്തിന് 100 ആയിരുന്നു. 2 എണ്ണം എടുത്താൽ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ എക്സിബിഷൻ ഹാളിൽ കണ്ടത്. അതേസമയം നമ്മൾ ഒരെണ്ണമാണെങ്കിൽ 100 രൂപയായിരുന്നു. ഇത് നമ്മൾ സ്റ്റിച്ചിങ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുന്ന ഷോപ്പുകളിലൊക്കെ ഒരു 12 രൂപയ്ക്കാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. അത് പ്ലാസ്റ്റിക് വെള്ളമൊക്കെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പാത്രമൊക്കെ അടയ്ക്കാനൊക്കെ ഉപയോഗിക്കാം. എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിത് അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം നമുക്ക് വളരെ വളരെ ആവശ്യമാണ്. മോട്ടർ വെച്ച് തയ്ക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ആവശ്യമാണ്. സിംഗിൾ മെഷീനിലായാലും ഡബിൾ മെഷീനിലായാലും എല്ലാത്തിലും ഇൻഡസ്ട്രിയൽ മെഷീനിലായാലും ഒക്കെ ആവശ്യമുള്ളതാണ്. മോട്ടർ വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെയൊക്കെ തയ്ച്ചിട്ട് നമ്മുടെ കാലുകൊണ്ട് ഫൂട്ടമർത്തുന്നതുണ്ടല്ലോ. അപ്പോൾ ആ സംഭവം ചവിട്ടി അമർത്തുമ്പോൾ നീങ്ങാതെ അനങ്ങാതെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രയാസം വരുന്ന സമയത്ത് നമ്മൾക്ക് ആ മോട്ടറിൻ്റെ 2 സൈഡ് ഭാഗം നമുക്ക് അഴിക്കാൻ പറ്റും. അത് അഴിച്ച ശേഷം ഇത് മാറ്റി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കാർബൺ എന്ന് പറയും. ഇതിനെ കാർബൺ വളരെ റേറ്റ് കുറവാണ്, അധികം റേറ്റ് ഒന്നുമില്ല. സിംഗിൾ മെഷീന് സെപ്പറേറ്റ് കാർബണാണ്, ഇത് ഡബിൾ മെഷീൻ്റെ കാർബണാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് കുറച്ച് തേഞ്ഞതാണ്, അപ്പം ഇത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കളഞ്ഞതാണ്. അപ്പോൾ അത് കളഞ്ഞതാണ് വെച്ച് എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ലത് വാങ്ങിക്കാൻ കിട്ടും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാലോണ്ട് ചവിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, മോട്ടർ വെച്ച് തയ്ക്കുമ്പോൾ കാലോണ്ട് ചവിട്ടുന്ന സംഭവത്തിന് ചവിട്ടുമ്പോൾ നീങ്ങുന്നില്ല എങ്കിൽ ചവിട്ടുമ്പോൾ എന്താ പറയുകയാണെങ്കിൽ നമ്മൾ മോട്ടർ വർക്ക് ചെയ്യണില്ല എന്ന് തോന്നുന്നത്. ഇത് മോട്ടർ വർക്ക് ചെയ്യാത്ത എന്ന് തോന്നുന്ന സംശയം ഉണ്ടെങ്കിൽ മാത്രം ഈ കാർബൺ മാറ്റാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ മാത്രം നിങ്ങൾ കാർബൺ ചേഞ്ച് ചെയ്തിടുക. അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഷോപ്പുകളിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇട്ടുകയാണെങ്കിൽ ഈ ടിപ്പ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സ് ആയ വന്ന ആളുകൾക്ക് ഒന്നും അറിയാത്തൊരു കാര്യമാണ് ഈ ഒരു ടിപ്പ്. കാർബൺ മാറ്റിയിടുക എന്നുള്ള ചവിട്ടുകൊണ്ട് എത്ര പ്രാവശ്യം ചവിട്ടിയിട്ട് എന്താ മോട്ടർ വർക്ക് ചെയ്യാത്ത എന്നൊക്കെ സംശയങ്ങൾ ഒരുപാട് പേര് നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്പ് പറഞ്ഞത്. പിന്നെ മോട്ടറുമെന്ന് ഈ കാർബൺ മാറ്റിയിടാൻ അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. 2 സൈഡ് ഭാഗത്ത് ഇങ്ങനെ അഴിക്കണ പോലത്തെ ഒരു നട്ട് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അടപ്പ് പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ അഴിച്ച ശേഷം നമ്മളിത് കാർബൺ മാറ്റിയിടാം കേട്ടോ. പിന്നെ നമുക്ക് ജീൻസ് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന അടുത്ത ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജീൻസിൻ്റെ ഒരു ട്രൗസർ എടുത്തിട്ടുണ്ട്. ആ ട്രൗസറിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മളത് ഈക്വലായിട്ട് നമുക്കത് കിട്ടിയ ഭാഗം നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു അടിപൊളി ഐഡിയ ആണ് ചെയ്യുന്നത്. വളരെ റേറ്റൊക്കെ കൂടിയ ഒരു ഐഡിയ ആണ് കേട്ടോ. സിമ്പിളാണെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒപ്പമില്ലാത്ത ഭാഗമൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അളവ് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഇതിൽ എത്ര ബാലൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരാം. ഇതിൻ്റെ ഏകദേശം അളവ് വന്നിട്ട് ഇതാ ഒരു 12 തൊട്ട് താഴെയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നീളം ലെങ്ത്ത് വന്നിട്ട്
വീതി ഒരു 3-ന്റെ തൊട്ട് താഴെയായിട്ട് 2.25 3-ന്റെ ആ ഒരു അളവിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലത്തെ 2 ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏതാണ് നല്ല വശമായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ജീൻസിൻ്റെ ട്രൗസറൊക്കെ ആകുമ്പോൾ നല്ല വശം പൊട്ട വശമായിട്ട് ഇപ്പോൾ 2 ഭാഗമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉൾസൈഡാണ് നല്ല വശമായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലേക്ക് ആ ഒരു ഡബിൾ കളർ ഡിസൈൻ അത് വരുമ്പോൾ അത് അത്രയും ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഉൾസൈഡിൽ ആണ് നമ്മൾ നല്ല വശമായിട്ട് ഇതിനകത്ത് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾക്ക് തയ്യൽ തുമ്പൊന്നും കാണില്ല കേട്ടോ. പുറത്തേക്കും കാണില്ല, ഉള്ളിലോട്ടും കാണില്ല. ആ രീതിക്കാണ് ഇപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുത്തത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ശേഷം അപ്പുറത്തെ ഭാഗത്തേക്ക് അതൊന്ന് പതിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തീരെയും തയ്യൽ തുമ്പ് ഒട്ടും കാണില്ല കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രോക്കിന് ഇറക്കം കൂട്ടാനോ നൈറ്റിക്ക് ഇറക്കം കൂട്ടാനോ ചുരിദാറിന് ഇറക്കം കൂട്ടാനൊക്കെയും പാവാടയ്ക്ക് ഇറക്കം കൂട്ടാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് നിൽക്കില്ല എന്നുള്ളൊരു രീതി, ഒരു ഗുണം വളരെയധികം ഉള്ളതാണ്. നമ്മൾ ഷർട്ടിങ്ങിന് ചെയ്യുന്ന മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ റെഡിമെയ്ഡ് ഷർട്ടൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ കണ്ടു നോക്കിയോ കേട്ടോ. 2 സൈഡിലോട്ട് നമുക്ക് തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ 2 സൈഡും കൂടി തയ്ക്കാം കേട്ടോ. 2 സൈഡും നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്നതിൻ്റെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു 5-6 മോഡൽസ് ഇതിൻ്റെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാം വ്യത്യസ്ത മോഡലുകളാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വെറൈറ്റി മോഡൽസാണ്. ഇത് സിമ്പിളായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ഇതല്ലാതെ നമ്മൾ 5-6 മോഡൽസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ റേറ്റൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഒരു 800 എബോവ് ഉള്ള വരുന്ന, സ്റ്റാർട്ടിങ്ങിൽ 800 വരുന്നത് തൊട്ടിട്ട് അതിനേക്കാളും മുകളിലോട്ട് വരുന്ന രീതിയിലുള്ള മോഡൽസ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റത്തിൻ്റെ തന്നെ മോഡൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് ചെറിയതായിട്ട് ഒരു സ്മോൾ ബിസിനസ്സൊക്കെ നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ബിസിനസ് ചെറിയതായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയയും കൂടിയാണ് കേട്ടോ. അത് 5-6 ഐഡിയാസ് നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ രീതിയിലും സംഭവം പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. ഇതിൻ്റെ 5-6 മോഡൽസും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ കണ്ടു നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിതൊരു സിമ്പിൾ മോഡൽ മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വേറെ മോഡൽസ് ചാനലിൽ നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ സൈഡ് തയ്ച്ചപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് തയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തയ്ച്ച ചില ഭാഗത്ത് സ്റ്റിച്ച് പെട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി തയ്ച്ചെടുക്കുന്നത്. തയ്ച്ച ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ഇത് ടേൺ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ജീൻസ് ആകുമ്പോൾ ഭയങ്കര കട്ടി കൂടുതലാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ഇത്തിരി പ്രയാസം ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം പ്രയാസപ്പെട്ടു ഞാൻ ഈ ഒരു സാധനം ടേൺ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ജീൻസിൻ്റെ മെറ്റീരിയലിന് ഭയങ്കര ടൈറ്റാണ്, മറിച്ചിടാനൊക്കെ ഭയങ്കര ഒരു നല്ല കംഫർട്ടബിൾ അല്ല നമുക്കത് മറിച്ചിടാനായിട്ട്. അതേസമയം പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ, ഷിഫോണിൻ്റെ മെറ്റീരിയൽ, അതുപോലത്തെ പോളി കോട്ടൺ ആണെങ്കിൽ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ട് മറിച്ചിടാൻ പറ്റും. ഇതൊരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പോ ഒരു 3/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പോ ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്കത് മറിച്ചിടാനായിട്ട് എളുപ്പമുണ്ട്. പക്ഷെ അതേസമയം ജീൻസിൻ്റെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി വൈഡ് ഉണ്ടെങ്കിലും, വീതിക്ക് ഇത്തിരി വൈഡ് ഉണ്ടെങ്കിലും നമുക്കിത് മറിച്ചിടാൻ ഈ ഒരു ഐഡിയ ഇത്തിരി പ്രയാസമുണ്ട് കേട്ടോ. അപ്പോൾ ആ നൂലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷീൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കെട്ടി വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്തെടുത്തത് കേട്ടോ. സൂചി വെച്ചിട്ട് സാധാരണ രീതിയിൽ പോളിസ്റ്ററിന്, പോളിക്കോട്ടന്, അതുപോലെ ഷിഫോണ് അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ സിമ്പിളായിട്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയലൊക്കെ ഫാസ്റ്റായിട്ട് മറിച്ചിടാൻ പറ്റും. ഇതുപോലെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ മറിച്ചിടാൻ ഇത്തിരി കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് ഈ ഒരു ട്രിക്ക് ആ ഒരു ഇതിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വീതിയിലുള്ളത് മറിച്ചിടാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രയാസപ്പെട്ട ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു പ്രയാസമുള്ളത്. സിമ്പിളായിട്ട് മറ്റെല്ലാ മെറ്റീരിയലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് വരാൻ ഇത്തിരി പ്രയാസമുള്ളത് കൊണ്ടാണ് നമ്മൾ മെഷീന്മേൽ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമ്മൾ പതിയെ ആ ഒരു അപ്പുറത്തെ സൈഡ് ഭാഗം ഉണ്ടല്ലോ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് എടുക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. കുറച്ച് നേരം അതിരുന്ന് സമയം ചിലവാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് തിരിച്ചെടുത്തത്. ഇതിനും വേഗം നമുക്ക് ഇർക്കിളി വെച്ച് ചെയ്യണതായിരുന്നു. നമുക്ക് പൊതുവേ നമ്മൾ ഇർക്കിളി വെച്ച് ചെയ്യാറുണ്ട്. പക്ഷേ അത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ഥിരം കൂടുതൽ ചെയ്യുന്നത് നമ്മൾ ഇർക്കിളി വെച്ച് ചെയ്യുന്നത് കുറേ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇർക്കിളി വെച്ച് നമ്മൾ ടേൺ ചെയ്യുന്നതും ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്നും ഇർക്കിളി വെച്ച് തന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് നമ്മൾ ചെയ്യാമെന്ന് കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ഇർക്കിളി വെച്ച് ചെയ്യണതായിരുന്നു കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞില്ലേ.
അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇനി ഇതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പരിപാടി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ മെഷീനുമേ തന്നെ വെച്ചിട്ട് നമ്മൾ ബോബിൻ കേസുമേ നൂല് ചുറ്റുന്നൊരു സംഭവം ഉണ്ടല്ലോ, ബോബിനുമേ നൂല് ചുറ്റുന്ന ആ ഒരു സംഭവം നമ്മൾ അതും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ സ്ക്രൂവും വെച്ചിട്ട് നമ്മളൊന്ന് നൂലൊന്ന് കെട്ടിയിട്ട ശേഷം കൈ കൊണ്ടാണ് ഇങ്ങനെ വലിച്ചിട്ടിട്ടാണ് ടേൺ ചെയ്തെടുത്തത് കേട്ടോ. പതിയെ ആക്കിയിട്ട് ഞാൻ തിരിച്ചെടുത്തു. അത് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നൂല് കെട്ടിയിട്ട് വെച്ച ശേഷം താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനെ പതിയെ ഒന്ന് വലിച്ചിട്ട് നമ്മളത് ചെയ്തെടുത്തു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കത് എളുപ്പമായിട്ട് കിട്ടി. അപ്പോൾ എളുപ്പമായിട്ടല്ല കിട്ടി, ശരിക്കും ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയതോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം വേണം കേട്ടോ. അതായത് ഇതുപോലത്തെ അലാസ്റ്റിക് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കാണിച്ചു തരുന്നത്. അതല്ലാത്ത രീതിയിലുള്ളത് കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഹെയർ ക്ലിപ്പിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത്, അതിൻ്റെ ഒരു അലാസ്റ്റിക്കാണ്, അത് വെച്ചിട്ടാണ് അതിനൊക്കെ ഒരു മണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ടാണ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ മാത്രമല്ല, ഇതിപ്പോൾ എന്തിനാണ് അത് എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അലാസ്റ്റിക് നല്ല ഒരു ക്വാളിറ്റിയുള്ള അലാസ്റ്റിക്കാണ്. മാത്രമല്ല ഇത് കുറേ ജീൻസിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും പറ്റും. അലാസ്റ്റിക്കും ക്വാളിറ്റി ഉണ്ട്, മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാലം കൂടുതൽ ഉപയോഗിക്കാൻ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് വരാറായിട്ട് നമ്മൾക്കത് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. അലാസ്റ്റിക്കിന് ഇത്തിരി നീളം കുറവായതുകൊണ്ട് തന്നെ ആ തെറ്റുഭാഗം പിടിച്ചില്ല എങ്കിൽ അത് നമ്മൾ ഉള്ളിലോട്ട് പോട്ടോ. ഈ ഇതിന് നമ്മൾക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന സംഭവത്തിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും എടുത്ത പണി 2 പ്രാവശ്യം എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ തെറ്റുഭാഗം ഒന്ന് പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിടിച്ച ശേഷം വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ തുമ്പ് ഭാഗത്ത് ഒന്ന് കെട്ടിട്ട ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് സൈഡായിട്ട് നമ്മളത് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു തരാം, അത് വെച്ച് ചെയ്യും. പിന്നെ ഇത് നമ്മൾ ഇതിനകത്ത് തുന്നിയെടുത്തത് വേറൊരു രീതിക്കാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അതായത് സ്റ്റിച്ച് കാണാത്ത രീതിയിലുള്ള ഒരു തുന്നലില്ലേ, ആ രീതിക്കിലാണ് നമ്മളിത് തുന്നിയെടുത്തത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ തുന്നിയെടുക്കുമ്പോൾ 2 അരികുവശം ഉണ്ടല്ലോ, ആ 2 അരികുവശവും നമ്മളൊന്ന് കെട്ടിയിട്ടിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നൂല് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് 2 തുമ്പ് ഭാഗം എടുത്തു, എന്നിട്ട് നമ്മൾ 2 തുമ്പും വെച്ചിട്ട് ഇതുപോലെയാണ് കെട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചുറ്റും ഒന്ന് കെട്ടി കൊടുക്കും. 2 പ്രാവശ്യം നമ്മളിത് ഇങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം തുമ്പ് ഭാഗം നിൽക്കണതൊന്ന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വരരുത്. അപ്പോൾ 2 സൈഡും ഒരു 4 ഇഞ്ച് ഉള്ളിലോട്ടാക്കി വെക്കണം. ഉള്ളിലോട്ട് 2 സൈഡിൻ്റെയും ആക്കി വെച്ച ശേഷം ഒരു സൈഡ് ഭാഗത്തെ ഉള്ളിലോട്ട് കടത്തിയും വെക്കണം. 2 സൈഡിലും 4 ഇഞ്ച് വെച്ചിട്ട് 2 ഭാഗം ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു സൈഡ് ഭാഗത്തെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലോട്ടായിട്ട് കടത്തിയും വെക്കണം. അതിനുശേഷം നമ്മൾ തുന്നിയെടുക്കുമ്പോൾ നമ്മൾ ജീൻസിൻ്റെ ഒക്കെ പാൻസ് വണ്ണം കൂടുതലുണ്ടെങ്കിൽ അത് ടൈറ്റാകും ചെയ്യുമ്പോൾ തുന്നുന്നൊരു രീതി ഉണ്ടല്ലോ, ആ രീതിക്കാണ് നമ്മളിത് തുന്നിയെടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് റൗണ്ട് ചെയ്ത് തുന്നുമ്പോൾ നമുക്കത് ഉള്ളിലോട്ട് ആ എന്താ പറയുക തുന്നിയതൊന്നും കാണാത്ത രീതിയിലാവുമ്പോൾ നല്ല ഭംഗി കൂടുതൽ വരും കേട്ടോ. അപ്പോൾ അത് രീതിയിലേക്കാണ് നമ്മളിത് തുന്നിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ തുന്നുന്ന രീതി ഒരു ചെറിയൊരു പല്ലാസോ പാൻസ് നമ്മൾ വണ്ണം കുറയ്ക്കുന്ന രീതിയിൽ നമ്മൾ തുന്നിയിട്ട് അത് കാണിച്ചിട്ട് കേട്ടോ. ഇതുപോലെ ഉള്ളിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ തുന്നിയെടുത്തത്. കാണുന്നില്ല, തുന്നുന്നത് കാണാത്ത രീതിയിലാണ് നമ്മൾ തുന്നിയെടുത്തത് കേട്ടോ ഫ്രണ്ട്സ്. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു ചെറിയൊരു പാൻസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഓരോ പല്ലാസോ പാൻസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഒരു ബനിയൻ പോലത്തെ പല്ലാസോ പാൻസിൻ്റെ വണ്ണം കുറയ്ക്കുന്ന ഒരു വീഡിയോയിൽ തുന്നുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് നമ്മളിത് തുന്നിയെടുത്തത്. അപ്പോൾ നമുക്ക് സ്ക്രഞ്ചി ആയിട്ട് യൂസ് ചെയ്യാം, റിസ്റ്റ് സ്ക്രഞ്ചി ആയിട്ട് യൂസ് ചെയ്യാം. പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റാവുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. മാത്രമല്ല തലമുടിയുമിൽ നമുക്ക് ഹെയർ ബണ്ണായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. പിന്നത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം വീതി ഒരു 3 ഇഞ്ച് ഉണ്ട്. പിന്നെ ഒരു നീളം വന്നിട്ട് ഒരു 6 ഇഞ്ച് കഷ്ടിയുണ്ട്. ഒരു 5.5 ഇഞ്ചിന് മുകളിലുണ്ട് കേട്ടോ. വീതി ഒരു 3 ഇഞ്ച് കഷ്ടിയുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ 2 ക്ലോത്ത് വേണം കേട്ടോ. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ വെൽവെറ്റിൻ്റെ ആണ് കേട്ടോ. ഒരു പഴയ ഒരു ഫ്രോക്കിൻ്റെ ഒരു കഷ്ണം എടുത്തതാണ് കേട്ടോ. അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ കൂടിയാണ് കേട്ടോ. നല്ല റേറ്റ് ആണ് കേട്ടോ പുറത്ത് ഇതൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐഡിയാസ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ഐഡിയാസ് നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് ഇത് 2 രീതിയിൽ യൂസ് ചെയ്യുന്നത് അതിന് പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് തയ്ച്ച് വരിക. എന്നിട്ട് ഒരു സ്പേസ് ചെറുതായിട്ട് ഇടണം കേട്ടോ. ചെറുതായിട്ട് ഇത്ര ഒരു വീതി നമ്മൾ നീക്കി നിർത്തണം. അത് വെച്ചിട്ട് നമ്മൾ സൈഡായിട്ടൊന്ന് തയ്ച്ചിട്ട് വരട്ടെ. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയാൽ മതി, നീക്കി നിർത്തിയാൽ മതി. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലൊക്കെ ഒന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ, തയ്ച്ച് വരിക. പിന്നെ സൂചി കുത്തി നിർത്തിയിട്ട് ടേൺ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ടേൺ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 4 സൈഡും അതിൽ ഒരു സൈഡ് മാത്രം ചെറിയൊരു 1 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ തയ്ക്കാതെ സ്റ്റിച്ച് ചെയ്യാതെ മാറ്റിയിടും.
അങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ പല കളർ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. പ്രിൻറ്റഡ് വർക്ക് ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. പിന്നെ ഈ സാറ്റിൻ മെറ്റീരിയലും ഈ ഒരു സംഭവം ചെയ്യുന്നത് നിറച്ച് ഭംഗിയായിട്ട് തോന്നിപ്പിക്കും. അതുപോലെ പ്രിൻറ്റഡ് വർക്കും നല്ലതായിട്ട് ഭംഗിയായിട്ട് തോന്നിക്കും. വെൽവെറ്റും നല്ല ഭംഗിയാണ് ഇത് ചെയ്യുന്നതിന് കേട്ടോ. പിന്നെ നമുക്ക് ഓർഗൻസയുടെ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നല്ല സ്റ്റിഫായി നിൽക്കും. അത് നമ്മൾ ചെയ്യുന്ന ഒരു ഐഡിയക്ക് നല്ലതാണ്. എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് സൈഡൊക്കെ തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ടേൺ ചെയ്തെടുക്കാൻ നമുക്ക് ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഇതുപോലെ ഒന്ന് കെട്ടിട്ട് നിർത്തേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്കത് ടേൺ ചെയ്തെടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഒരു സ്പേസ് ഇത്രയും മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ തയ്ക്കാണ്ട്. അതിന് ശേഷം ഇവിടെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ടിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് ഈ ഭാഗത്ത് വെച്ചിട്ട് ടേൺ ചെയ്യാൻ ഇത്തിരി എളുപ്പമുള്ളത് കൊണ്ടാണ് ആ ഒരു നീളം കൂടിയ ഭാഗത്തേക്ക് നമ്മൾ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 എഡ്ജസ് ഉണ്ടല്ലോ, അത് നമ്മൾ കോർണർ ഭാഗം നമ്മൾ കട്ട് ചെയ്യണതാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയി നിൽക്കും. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്ജസൊക്കെ ഒരു ക്ലിയർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഡ്ജസ് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ഒരു സൂചി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ സൂചി വെച്ചിട്ട് നമുക്ക് ആ എഡ്ജസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പം നല്ലതാണ് കേട്ടോ. പിന്നെ ഒന്നുകിൽ പിന്നെ നിങ്ങൾക്ക് ഇത് ടേൺ ചെയ്ത് ഇതുപോലെയാണ് നമ്മൾ ടേൺ ചെയ്തെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ടേൺ ചെയ്തെടുക്കണം. അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ടേൺ ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തത്. തെറ്റുഭാഗങ്ങളിലൊക്കെയും എഡ്ജസ്റ്റൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തത് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന സ്പേസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സൂചി തന്നെ ഇത്തിരി കട്ടി കൂടിയുള്ളതുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആ തെറ്റുഭാഗമൊക്കെ ഒന്ന് എഡ്ജസ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തപ്പോൾ തന്നെ ഒരു വിധമെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഒന്നുകിൽ തുന്നി കൊടുക്കാം. നമ്മളിപ്പോൾ ജീൻസിനൊക്കെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ തുന്നിയത് കാണാത്ത രീതിയിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ രീതിയിൽ തുന്നിയെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ തുന്നിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കാം. നമ്മളിപ്പോൾ അത് തയ്ച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതുപോലെയാണ് പിടിക്കേണ്ടത്. നമ്മൾ കാണിച്ചു തരാം. ഇതുപോലെ ആദ്യം ഒന്ന് മടക്കി പിടിക്കുക, പിന്നെ അടുത്തൊരു ഫോൾഡിങ് പിടിക്കുക, പിന്നെ അടുത്തൊരു ഫോൾഡിങ് പിടിക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഫോൾഡിങ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ തുന്നി കൊടുക്കണം. നമ്മളിപ്പോൾ തുന്നിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തുന്നിയെടുത്ത ശേഷം നമ്മളിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ തുന്നി വെച്ചിട്ടുണ്ട്, പക്ഷേ സൂചിയും നൂലൊന്നും അഴിച്ചിട്ടില്ല. ഇനി നമുക്ക് തുന്നാനുണ്ട്. ഇതുപോലത്തെ സംഭവം നമുക്ക് ഷീറ്റായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊരു പേളാണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. പേളിൻ്റെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരളവ് എടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് എത്രത്തോളം കറക്റ്റ് ആ റൗണ്ട് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടോ ആ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതുമേ തുന്നിയെടുക്കാം കേട്ടോ. ഇതുമേ നമ്മൾ തുന്നിയിട്ടാണ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് സൂചിയും നൂലും അതുമെന്ന് വിടിയിപ്പിക്കാണ്ട് വെച്ചേക്കണം. അത് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ഇതും കൂടി ബാക്ക് ഭാഗത്തേക്ക് വെച്ചിട്ട് അത് തുന്നാം. ഇത് ഫുൾ റൗണ്ട് സർക്കിളിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് തുന്നാം. അപ്പോൾ നമ്മൾ തുന്നിയെടുത്തപ്പോൾ നല്ല രീതിയിലുള്ള ബോവാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് 2 രീതിയിൽ യൂസ് ചെയ്യാമെന്ന്. നമുക്കത് ഫ്രോക്കിനും മിഡിക്കും ഒക്കെ യൂസ് ചെയ്യാം, ഫ്രണ്ടിൽ ഉപയോഗിക്കാം. ഇതല്ലാതെ നമ്മൾക്ക് ഹെയർ ക്ലിപ്പുമേ പ്ലെയിൻ ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് അതുമേ നമ്മൾക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാലും ഇത് നല്ല ഭംഗിയായിട്ട് നല്ല ഹെയർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും ഒരുപാട് ഐഡിയാസും ബിഗിനേഴ്സിന് വേണ്ടി പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.